കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം എന്നും മത്സരബുദ്ധിയോടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധം വലിയൊരു തരംഗത്തിനാണ് ഇപ്പോൾ മലയാളം വാർത്താ ചാനലുകൾ സാക്ഷ്യം വഹിക്കുന്നത്. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ബിഗ് ടി വി എന്ന പുതിയ ചാനലിന്റെ വരവ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ മുൻനിര ചാനലുകളിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ കൂട്ടത്തോടെ കസേര ഒഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കൂടുമാറ്റം വെറും ഒരു തൊഴിൽ മാറ്റത്തിനപ്പുറം ചാനലുകളുടെ റേറ്റിംഗിനെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ റീലോഞ്ചിന് ശേഷം ആ ചാനലിന്റെ മുഖമായി മാറിയ വ്യക്തിയാണ് സുജയ പാർവതി. കുറഞ്ഞ കാലയളവിനുള്ളിൽ ചാനലിനെ ജനപ്രിയമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് നിസ്സാരമല്ല. സുജയ അവതരിപ്പിച്ചിരുന്ന ഗുഡ് ഈവനിംഗ് പോലുള്ള പ്രൈം ടൈം ഷോകൾ വലിയൊരു കാഴ്ചക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുജയയുടെ പെട്ടെന്നുള്ള രാജി റിപ്പോർട്ടർ ടിവിക്ക് വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുജയ്ക്കൊപ്പം റിപ്പോർട്ടർ ടിവിയുടെ വിവിധ ബ്യൂറോകളിൽ നിന്നും കരുത്തുറ്റ ഒരു സംഘം തന്നെ ബിഗ് ടി വിയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. മലപ്പുറം ബ്യൂറോയിലെ അഷ്കർ അലി കരിമ്പ, കോഴിക്കോട് ബ്യൂറോയിലെ ദീപക് മലയമ്മ, സാനിയോ മനോമി, കൊച്ചിയിലെ അലി അക്ബർ, കൊല്ലത്തെ ദിലീപ് ദേവസ്യ, ന്യൂസ് ഡെസ്കിലെ ആര്യ സുരേന്ദ്രൻ എന്നിവർ ഇതിനോടകം രാജിവെച്ചു. കോഴിക്കോട് ബ്യൂറോയിലെ അർജുൻ കല്യാണും ഉടൻ ചാനൽ വിടുമെന്ന സൂചനകളുണ്ട്. 8 പേർ ചാനൽ വിട്ടെങ്കിലും ഇതിന് പകരമായി മറ്റു ചാനലുകളിൽ നിന്നും പ്രത്യേകിച്ചും 24-ൽ നിന്നും വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ റിപ്പോർട്ടറിന് സാധിച്ചിട്ടുണ്ട്.